വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. ഇതാരും പഠിക്കരുത്, കണ്ടാൽ മാത്രം മതി, 5 മാർക്ക് ഷുവർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഞെട്ടലൊക്കെ തോന്നിയിരിക്കും അല്ലെ? എന്തായിരിക്കും ആ ഒരു 5 മാർക്ക്? എങ്ങനെയായിരിക്കും ഇത് പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുക? വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, വരാനിരിക്കുന്ന എക്സാമിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിന് തെറ്റിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ചാനലിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണം. ഇതാരും പഠിക്കരുത്, കണ്ടാൽ മാത്രം മതി, 5 മാർക്ക് ഷുവർ. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 3rd ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മോഷൻ അല്ലെ, ചലന നിയമങ്ങളുമായി, ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് നട്ടപ്പാതിരക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഇനി കൊഞ്ചം സമയം ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കണം. ഞാൻ പറയുന്ന ഈ വാക്കുകളിലേക്കും അതേപോലെ തന്നെ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ഗൈസ് നിങ്ങളുടെ ശ്രദ്ധ. അപ്പൊ നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം തരും. ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് 5 ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആദ്യം നമുക്ക് ചിത്രം എന്ത് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോക്സ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു അല്ലെ, ഇങ്ങോട്ട് തള്ളുന്നു അല്ലെ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ തള്ളുകയാണ് അല്ലെ, നല്ല ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സിന്റെ അളവാണ് 100 ന്യൂട്ടൺ ബലം അല്ലെ, 100 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുന്നു. അതേ സമയം തന്നെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അതേ ഫോഴ്സ്, ഇവർ ട്വിൻസ് ആണ് തോന്നുന്നു അല്ലെ, രണ്ടുപേരും എന്ത് ചെയ്താ ഇങ്ങോട്ടും ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് പ്രയോഗിക്കുന്നു. അതാണ്. അപ്പൊ ഇവിടെ കുട്ടി പ്രയോഗിക്കുന്ന ഈ 100 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ഈ കുട്ടി പ്രയോഗിക്കുന്ന 100 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ ഫോഴ്സിന്, ഈ കുട്ടി കൊടുക്കുന്ന ഫോഴ്സിനെ ഞാൻ F1 എന്ന് കൊടുത്തു വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ കുട്ടി കൊടുക്കുന്ന ഫോഴ്സിനെ ഞാൻ F2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ F1 എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആയിട്ട് എടുക്കാം. ഇവിടെ F2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അതും 100 ന്യൂട്ടൺ. അപ്പൊ ചിത്രത്തിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ നോക്കൂ, ഒന്നാമത്തെ കുട്ടി ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ഒരു ഫലം കൊടുക്കുന്നു, അത് F1 ആണെങ്കിൽ ഈ കുട്ടി ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് F2. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങോട്ട് കൂടെ മാറ്റിയാൽ എന്താ സാറേ, ഒരു കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, F1 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എന്തെടുക്കണം, F2 എടുക്കുന്നു. ഇനി ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പോസിറ്റീവ് എടുത്തു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഏതെടുക്കേണ്ടി വരും, നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, F1 പോസിറ്റീവ് ആണെങ്കിൽ F2 ഏതായിരിക്കും വരിക, നെഗറ്റീവ് ആയിരിക്കും വരിക. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ്. ഈ കുട്ടി ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്, ഈ കുട്ടി ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. അപ്പൊ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ഒരു ബോക്സ് ഇവിടുന്ന് മൂവ് ചെയ്യൂ? കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും 100 ന്യൂട്ടൺ ആയതുകൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ചലിക്കുന്നില്ലെങ്കിൽ അതേതാണ്, ഇത് ബാലൻസ്ഡ് ആണ്. എന്തായിരിക്കണം, ബാലൻസ്ഡ്, സന്തുലിതമാണ്. ചലിക്കുന്നില്ലെങ്കിൽ അതേതായിരിക്കും, സന്തുലിതം. അപ്പൊ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ അത് സന്തുലിതമാണോ അസന്തുലിതമാണോ, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നില്ല. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സന്തുലിത ബലമാണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഓർത്തിരിക്കാം. ഇനി അതോടൊപ്പം ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ, ഇവിടുത്തെ പരിണിത ബലം, ഈ ഭാഗത്തുള്ള പരിണിത ബലം, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ F ഈക്വൽ ടു F1 പ്ലസ് F2 എന്നാണ്. F1 എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ ആണ്, പ്ലസ് F2 എന്ന് പറഞ്ഞാൽ -100 ന്യൂട്ടൺ ആണ്. അപ്പൊ 100 100 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പൊ നോക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്, ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സും 100 ന്യൂട്ടൺ ആണ്. അപ്പൊ 100 100 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 0. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലം 0 ആണെങ്കിൽ ആ വസ്തു ചലിക്കുന്നില്ല. പരിണിത ബലം 0 ആണെങ്കിൽ അത് ബാലൻസ്ഡ്, സന്തുലിതമാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, ഈ കുട്ടി ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സും ഇങ്ങോട്ട് കൊടുത്ത ഫോഴ്സ് എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻ. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരൊറ്റ തവണ കേട്ടാൽ മാത്രം നിങ്ങൾക്ക് ഈ 5 മാർക്ക് കിട്ടും. നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സന്തുലിതമാണോ അസന്തുലിതമാണോ
അസന്തുലിതമാണോ അല്ലെങ്കിൽ സന്തുലിതമാണോ? ഈസ് ഇറ്റ് ബാലൻസ്ഡ്? ഇത് ബാലൻസ്ഡ് അല്ലേ? എന്താ കാരണം? ഇത് ചലിക്കുന്നുണ്ടോ? ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ബാലൻസ്ഡ് ആണ്. യെസ് നോർത്തേക്കാം. ഇനി അതോടൊപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അസന്തുലിതമാണോ? ഈസ് ഇറ്റ് അൺബാലൻസ്ഡ്? ഇത് അൺബാലൻസ്ഡ് ആണോ മക്കളെ? അല്ല, അൺബാലൻസ്ഡ് ആണ് എന്താണ്? സന്തുലിതമല്ലാത്തത്. ഇത് ഒന്നില്ലെങ്കിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യും, അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് മൂവ് ചെയ്യും, അല്ലേ? അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. പക്ഷെ ഇത് ഈസ്റ്റിലേക്കും ഇത് വെസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഇത് ചലിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അസന്തുലിതമാണോ? അല്ല, നോ ആണ്, അല്ലെ? ഇത് അസന്തുലിതമല്ല. ഏതാണ്? സന്തുലിതമാണ്. പരിണിത ഫലം കണ്ടെത്തുക. ഈ ചിത്രത്തിനകത്ത് പരിണിത ഫലം കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. എഫ് ഈക്വൽ ടു എന്താ പറയാ? എഫ് ഈക്വൽ ടു F1 പ്ലസ് F2. F1 എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ പ്ലസ് F2 എന്ന് പറഞ്ഞാൽ -100 ആണ്. ഇസ് ഈക്വൽ ടു 100 മൈനസ് 100 ഇസ് ഈക്വൽ ടു 0. അപ്പൊ പരിണിത ഫലം എത്ര കിട്ടി? റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? 0. ഇതെങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 100 100 ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ആരുടെ എഴുതിയാൽ മതി. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചലിക്കുന്നുണ്ടോ? ഈസ് ഇറ്റ് മൂവിംഗ് എന്നാണ്. ഇവിടെ പരിണിത ഫലം 0 ആണെങ്കിൽ, റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ പിന്നെ അതെന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. അപ്പൊ എന്താണ്? ചലിക്കുന്നില്ല എന്ന് ഓർത്തേക്കാം. ഇതെന്ത് ചെയ്യുന്നില്ല? നോട്ട് മൂവിങ്. എങ്ങനെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എഴുതിയേക്കാം. അങ്ങനെയെങ്കിൽ അതോടൊപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ദിശയിലേക്കാണ് ചലിക്കുന്നത്? ചലിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഈസ്റ്റിലേക്ക് വെസ്റ്റിലേക്ക് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറയണ്ട? ഡയറക്ഷൻ നിങ്ങൾ എഴുതണ്ട. അപ്പൊ അവിടെ ഡയറക്ഷൻ നോ മൂവിങ് ആണ്, അവിടെ ചലിക്കുന്നില്ല. അപ്പൊ നോക്ക്, നമുക്ക് ഈ ഒരു പിക്ചറിന്റെ ബേസ് 5 ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈസിയുമാണ്. പക്ഷെ നിങ്ങൾ ഒരു തവണ കേട്ടിട്ടില്ലെങ്കിൽ ഇത് തെറ്റിക്കും. അങ്ങനെയെങ്കിൽ ഈ 5 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, ഈ ചിത്രത്തിലേക്ക് നോക്ക്. ഇനി നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ഇവിടെ നോക്ക്, ഒന്നാമത്തെ കുട്ടി 150 ന്യൂട്ടൺ ഈസ്റ്റ്, അല്ലെ, കിഴക്ക് ഭാഗത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? 100 ന്യൂട്ടൺ ഫോഴ്സ് വെസ്റ്റിലേക്ക് കൊടുത്തു. അതായത് അത് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി ഇങ്ങോട്ടാണെങ്കിൽ ഈ കുട്ടിയുടെ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇനി ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? F1 ആയിട്ട് കൊടുക്കുന്നു. അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ നമ്മൾ എന്ത് കൊടുക്കുന്നു? F2 ആയിട്ട് എടുക്കുന്നു. അത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? മൈനസ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഈക്വൽ ടു F1 പ്ലസ് F2, അല്ലേ? അപ്പൊ F1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 180 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ -100 ആണ്. അതായത് എഴുതേണ്ട 180 മൈനസ് 100 ഇസ് ഈക്വൽ ടു 50. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 50 അമ്പാനെ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ട അറിയോ? ഈ 50 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, എന്താണ് പോസിറ്റീവ്? ഇതാണ് ഈസ്റ്റിലേക്കുള്ള ഡയറക്ഷൻ. അതുകൊണ്ട് ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്ക്. ഇത് കിഴക്ക് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ കുട്ടിയാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത്, ഈ കുട്ടി കുറഞ്ഞ ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണ്, ഫലം ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ, ആ ഭാഗത്തേക്ക് ഇത് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെ ബേസ് ഇത് മൂവ് ചെയ്യുന്നുണ്ട്, ഇത് ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബാലൻസ്ഡ് ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ 5 ക്വസ്റ്റ്യൻ പറയൂ. ആദ്യത്തെ ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇത് ബാലൻസ്ഡ് ആണോ? ഈ ചിത്രം നോക്കുക, ഇത് ബാലൻസ്ഡ് ആണോ? അല്ല, നോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് അൺബാലൻസ്ഡ് അല്ലേ? യെസ്. ഇത് എന്താണ്? അൺബാലൻസ്ഡ് ആണ്. കാരണം എന്താ? ഇത് മൂവ് ചെയ്യുന്നുണ്ട്, ചലിക്കുന്നുണ്ട്, ഓർത്തേക്കാം. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? F ഈക്വൽ ടു F1 പ്ലസ് F2. F1 എന്ന് പറഞ്ഞാൽ 180 പ്ലസ് F2 എന്ന് പറഞ്ഞാൽ -100 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 180 മൈനസ് 100 സമം 50 എന്ന് കിട്ടി. അത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ പരിണിത ഫലം എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. ചെയ്യാൻ ഈസിയാണ്. അങ്ങനെയെങ്കിൽ ഇത് ചലിക്കുന്നുണ്ടോ? യെസ്, ഇത് ചലിക്കുന്നുണ്ട്. കാരണം എന്താണ്? അത് അൺബാലൻസ്ഡ് ആണ്. അൺബാലൻസ്ഡ്, അസന്തുലിത ഫലമാണ്, അല്ലെ? അസന്തുലിതമായതുകൊണ്ട് ചലിക്കുന്നത്. ഏത് ദിശയിലേക്കാണ് ഇത് ചലിക്കുന്നത്? അപ്പൊ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഈസ്റ്റ്. ഏതാണ്? കിഴക്ക് ഭാഗത്തേക്ക് ചലിക്കുന്നു. അപ്പൊ ഏത് ഡയറക്ഷനാണോ ഫോഴ്സ് വരുന്നത്, ആ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പൊ മക്കളെ ഓർത്തേക്ക്, ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. ഇനി ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ഈസിയാണ്. നോക്കിക്കോളും, എന്താണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിക്കോളും. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സസ് 100 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ഒബ്ജക്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ. കണ്ടില്ലേ? കിഴക്ക്
കിഴക്ക് ഭാഗത്തേക്ക് 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു ആൻഡ് 150 ന്യൂട്ടൺ ഫോഴ്സ് ഇൻ വെസ്റ്റ് ഡയറക്ഷൻ അല്ലെ. എന്താണ് 150 ന്യൂട്ടൺ 150 ന്യൂട്ടൺ വെസ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിൽ കിഴക്കോട്ട് 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറോട്ട് 150 ന്യൂട്ടൺ ബലം കൊടുത്താൽ അവിടുത്തെ പരിണിത ബലം കണ്ടെത്തുക. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്. ദാ ഇങ്ങോട്ട് ആദ്യത്തെ എന്ത് ചെയ്തു 100 ന്യൂട്ടൺ ഫോഴ്സ്, രണ്ടാമത്തെ എന്ത് ചെയ്തു 150 ന്യൂട്ടൺ ഫോഴ്സ്, ഇത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ നോക്കി, ഇത് ഞാൻ F1 കൊടുത്തു, അപ്പൊ ഇതിനെന്ത് ചെയ്യാം F2 കൊടുക്കാം. അപ്പൊ F1 എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ, അത് ഈസ്റ്റ് കിഴക്കിലേക്കാണ്. F2 എന്ന് പറഞ്ഞാൽ എന്താണ് -150 ന്യൂട്ടൺ, കാരണം അത് വെസ്റ്റ് ഓപ്പോസിറ്റിലേക്കാണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് പറഞ്ഞാൽ F = F1 + F2. F1 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് ബ്രാക്കറ്റിനകത്ത് -150, അതായത് ഉദ്ദേശിക്കുന്നത് 100 - 180 എന്ന് പറഞ്ഞാൽ -50 ന്യൂട്ടൺ. -50 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ ഡയറക്ഷൻ, അതായത് എങ്ങോട്ടാണ് അത് മൂവ് ചെയ്യാം, അത് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം -50 എന്ന് ആൻസർ എഴുതാം. 50 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, മൈനസ് കൊടുക്കുന്നതിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുക, ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നോക്ക്, നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ ചോദിച്ചാല് 5 ടൈപ്പുള്ള ക്വസ്റ്റ്യൻ, ഒരു ഒറ്റ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് 5 ടൈപ്പ് വരാം. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെയും വരാം. അപ്പൊ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ദാ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇങ്ങനെയും പരീക്ഷയ്ക്ക് വരാം. 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു തന്നിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള ഫോഴ്സ് 30 ന്യൂട്ടൺ ആണ്, ഇങ്ങോട്ടുള്ള ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്തുക. ഇത് മൂവ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ആൻസർ ചെയ്യുക. ഇത് ബാലൻസ്ഡ് ആണോ, അതിന്റെ ആൻസർ. നേരത്തെ പറഞ്ഞ 5 ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ ഈ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു നമ്മളെ റിസൾട്ടന്റ് ഫോഴ്സ് ബാലൻസ്ഡ്, അൺബാലൻസ്ഡ് അല്ലെ, അതോടൊപ്പം തന്നെ പരിണിത ബലം, സന്തുലിത ബലം, അസന്തുലിത ബലം, ഇത് ചലിക്കുന്നുണ്ടോ ചലിക്കുന്നില്ലേ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിന് വരാൻ സാധ്യത. അപ്പൊ വരാനിരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ രീതിയിലുള്ള 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഒരു കാരണവശാൽ നിങ്ങൾ ഇത് തെറ്റിക്കാൻ പാടില്ല. ഇതാരും പഠിക്കണ്ട, കണ്ടാൽ മതി, 5 മാർക്ക് ഷുവറാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞ 5 ക്വസ്റ്റ്യൻ, ആ 5 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന ഓരോ കുട്ടികളും എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇനി ആരും സമയം കളയേണ്ട, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.